നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ സ്പെയിൻ നേരിടാൻ പോകുന്നത് ഫ്രാൻസിനെയാണ്. ഇന്നലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അവർ ബെൽജിയത്തെ വളരെ ആധികാരികമായി തന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കളിയുടെ സ്കോർ ലൈൻ 2-1 എന്നുള്ളതാണ്. പക്ഷേ സ്പെയിന് പുലർത്തിയ ആധിപത്യം അത് ആ സ്കോർ ലൈനിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും 2-1 വിജയവുമായിട്ട് സ്പെയിന് ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നു. സെമിയിൽ അവരുടെ എതിരാളികളായിട്ട് വരുന്നത് ഫ്രാൻസ് ആണല്ലോ. ഇപ്പോൾ സ്പെയിൻ്റെ സൂപ്പർ താരം ലമീൻ യമാൽ പറയുന്നു, സ്പെയിന് 2 തവണ അവസാനമായി കളിച്ച 2 തവണയും ഫ്രാൻസിനെ തോൽപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ആരെങ്കിലും ഭയക്കണമെങ്കിൽ അത് സ്പെയിനെയാണ്. അവർ ഞങ്ങളെ ഭയക്കണം. ഒന്നുകിൽ അവർ 3 തവണ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് തുടർച്ചയായി പോകുമോ എന്നതാണോ, അതല്ല 3 തവണ ഞങ്ങളുടെ മുന്നിൽ പൊട്ടുമോ എന്നതാണോ അറിയേണ്ടത് എന്നുകൂടി ലമീൻ യമാൽ പറയുന്നു. യമാലിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ഫ്രാൻസ് 3 വേൾഡ് കപ്പ് ഫൈനലുകൾ തുടർച്ചയായി 3 വേൾഡ് കപ്പ് ഫൈനലുകളിലേക്ക് എത്തുമോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, അവരൊന്നുകിൽ 3 വേൾഡ് കപ്പ് ഫൈനലിലേക്ക് തുടർച്ചയായിട്ട് എത്തിയേക്കും, പക്ഷെ അതല്ല ഞങ്ങൾ അവരെ 3 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് തോൽപ്പിക്കുമോ. ലെറ്റ്സ് സീ, നമുക്ക് കാണാം, നമുക്ക് നോക്കാം. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിനെ ഞങ്ങൾ ഭയക്കുന്നില്ല. വി ഹാവ് നോ ഫിയർ. കാരണം ഞങ്ങൾ അവരെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഫ്രാൻസ് ആരെയെങ്കിലും ഭയക്കണമെങ്കിൽ അത് ഞങ്ങളെയാണ് എന്നുകൂടി ലമീൻ യമാൽ പറഞ്ഞു വെക്കുന്നു. അതേസമയം ലൂയിസ് ദിലാഫ്യൂൻ്റെ ഇത്ര അങ്ങ് അഗ്രസീവായിട്ടല്ല പറയുന്നത്, മറിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങളും അവരും ഭയക്കുന്നു എന്നാണ്. ഐ ആം ഷുവർ ഫ്രാൻസ് ആർ ആസ് വറീഡ് ആസ് വി ആർ. ഞങ്ങളെപ്പോലെ തന്നെ ഫ്രാൻസും ഭയക്കുന്നുണ്ടാകും. കാരണം ഞങ്ങൾ 2 ഇൻക്രെഡിബിൾ ടീംസാണ്, കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ അവരെ ഏറ്റുമുട്ടിയ സമയത്ത് 2 തവണയും ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി ലൂയിസ് ദിലാഫ്യൂവിൻ്റെ ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.